ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉയിർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 15-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമാണ്. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ഈശോ ഉയർത്തെഴുന്നേറ്റു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം, ഇന്നത്തെ സുവിശേഷവും ലേഖനവും മറ്റു വായനകളൊക്കെ നമ്മൾ കാണുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് ഈശോയുടെ ഉത്ഥാനം നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനമാകണം എന്നുള്ളതാണ്. ഒന്നാമത് നമ്മളിന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്ത, നമുക്കൊക്കെ ഈ ഉത്ഥാനം അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാകും എന്നുള്ളതാണ്. തൻ്റെ ജീവിതകാലത്ത് ഈശോ ലാസറിനെ ഉയർപ്പിച്ചു, നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു, ജായിറൂസിൻ്റെ മകളെ ഉയർപ്പിച്ചു. പക്ഷെ അവരെല്ലാം ശാരീരിക ജീവിതത്തിലേക്കാണ് ഉയർപ്പിക്കപ്പെട്ടത്. പിന്നീട് അവർ മരിച്ചു. എന്നാൽ നാം ഉയർപ്പിക്കപ്പെടുക നിത്യമായ ജീവനിലേക്കാണ്. നമ്മുടെ ശരീരം, മാനുഷികമായ ശരീരം മഹത്വീകൃത ശരീരമാകുന്നു. ആത്മാവിനോട് ചേരുന്നു. അങ്ങനെ നിത്യമായി നാം ഈശോയോടൊപ്പം വസിക്കുന്നു. ഈ ഒരു വലിയ സത്യമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. അതുകൊണ്ട് ഈ ശരീരം അത് നിർമ്മലമായി സൂക്ഷിക്കാനുള്ളതാണ്. ചിലപ്പോഴെങ്കിലും ചിലർ ഈ ശരീരത്തെ അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ടൊന്നും കാണാതെ വളരെ അതിന് നൈർമല്യം മറന്ന് ജീവിക്കുന്നവരുണ്ട്. വേറെ ചിലർ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് കരുതുന്നവർ, സാഹസികതയിൽ ജീവിക്കുന്നവർ, ചിലരൊക്കെ അത്തരത്തിലുള്ള സ്പോർട്സ്, അത്തരത്തിലുള്ള അഡ്വഞ്ചറുകളിൽ ഏർപ്പെടുന്നവരുണ്ട്. വേറെ ചിലർ ശരീരത്തെ ഉപകരണം ആക്കി മാറ്റുന്നവരുണ്ട്. ചിലർ ലഹരിക്ക് വേണ്ടി ശരീരത്തിൽ എന്തും കുത്തിവെക്കുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ശരീരത്തിൻ്റെ മഹാത്മ്യത്തെ ഹനിക്കുന്നവർ ഇന്ന് ലോകത്തിലുണ്ട്. ഈ ലോകത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതമില്ല എന്ന് പറയുന്നവരും ഒരുപക്ഷെ ഈ ഗണത്തിൽ തന്നെ പെടുത്താം. മറ്റൊരു സ്വർഗീയ ജീവിതമില്ല, ഈ ലോകം കൊണ്ടെല്ലാം അവസാനിക്കും എന്ന് പറയുന്ന നിരീശ്വരന്മാരും അജ്ഞേയവാദികളും ഇന്നത്തെ ലോകത്തിലുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം അത് ഉത്ഥാനം കാണാനുള്ളതാണ് എന്നുള്ള ബോധ്യം ഈ ഉത്ഥാന തിരുനാളിൽ കർത്താവ് നമുക്ക് നൽകുന്നു. ഇതാണ് ഏറ്റവും വലിയ സത്യം. ഉത്ഥാനത്തിൻ്റെ മക്കളായി, ഉത്ഥാനത്തിൽ വിശ്വാസമുള്ളവരായി നമുക്ക് ജീവിക്കാം. രണ്ടാമത് നമ്മൾ കാണുക യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായം. അവിടെ മഗ്ദലേന മറിയം ഓടി കർത്താവിൻ്റെ കബറിടത്തിൽ വരുന്നുണ്ട്. വാസ്തവത്തിൽ മഗ്ദലേന മറിയം മാത്രമായിരിക്കില്ല. നമ്മൾ കാണുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ മറ്റ് ശിഷ്യകളും അവിടെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 16-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിലെ മഗ്ദലേന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും ഈശോയെ അഭിഷേകം ചെയ്യുന്നതിനായിട്ട് കടന്നു വരുന്നുണ്ട്. ഇവരെല്ലാവരും കല്ലറയിലേക്ക് പോകുന്നുണ്ടെങ്കിലും സംശയമാണ്. സംശയിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. കാരണം ഈശോ ഉത്ഥാനം ചെയ്യുമെന്ന് അവരാരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈശോ അഭിഷേകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോകുന്നത്. പത്രോസും യോഹന്നാനും ഓടിച്ചെല്ലുന്നുണ്ട്. അവരും ആദ്യം വിശ്വസിക്കുന്നില്ല. കണ്ടു മാത്രമാണ് അവരെ ഒക്കെ വിശ്വസിക്കുന്നത്. യോഹന്നാൻ 20-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ഈ കണ്ടു എന്നുള്ളത് പല പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നു. അതുപോലെ തന്നെ പത്രോസ് കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് കണ്ടു. പിന്നീട് തൂവാല കച്ചയോടുകൂടി അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു.
മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അപ്പോൾ കാഴ്ച ഏറ്റവും പ്രധാനമാണ്. കാഴ്ച ഏറ്റവും പ്രധാനമായിട്ട് വിശ്വാസത്തിൻ്റെ അടിത്തറയായിട്ട് കാണുന്നു. സാവകാശമാണ് അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ ജീവിതവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതല്ല. കുറേ പേടിയും ആശ്ചര്യവും അസ്വസ്ഥതയും വിശ്വാസക്കുറവുമൊക്കെ നമ്മുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിലുണ്ട്. പക്ഷേ നമുക്കറിയാം, സാവകാശം വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഉത്തിതനായ ഈശോ നമ്മളെ ക്ഷണിക്കുന്നു, നമുക്ക് ശക്തി നൽകുന്നു. നമ്മുടെ വിശ്വാസം ആഴപ്പെടണം. അപ്പോൾ കുറവുകളോടുകൂടിയ വിശ്വാസം, അത് സാവകാശമെങ്കിലും ഈശോയാകുന്ന അടിത്തറയിലേക്ക് എത്താനും ശക്തി പ്രാപിക്കാനും കൂടുതൽ ദൃഢമാകാനും ഉത്തിതനായ ഈശോ നമ്മളെ ക്ഷണിക്കുന്നു. മൂന്നാമത് നമ്മൾ കാണുക, ഉത്തിതനായ ഈശോ നമുക്ക് നൽകുന്ന നിത്യമായ സാന്നിധ്യമാണ്. 2007 ഈസ്റ്റർ സന്ദേശത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇപ്രകാരമാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആദ്യകാല റോമൻ ലിറ്റർജിയിലെ ഇപ്രകാരമുള്ള ഒരു വാക്യത്തോടു കൂടിയിട്ടാണ് ഈസ്റ്റർ ലിറ്റർജി ആരംഭിക്കുന്നത്. റിസൊറെക്സി എത്ത് ആദ് ഹുക് തേക്കും സും. അതിൻ്റെ വിവർത്തന പ്രകാരമാണ്, ഞാൻ ഉയർത്തെഴുന്നേറ്റു നിന്നോടുകൂടി ആയിരിക്കുന്നു. ഐ റോസ് ആൻഡ് ഐം സ്റ്റിൽ വിത്ത് യു. പുത്രൻ ഉത്ഥാനത്തിന് ശേഷം പിതാവിനോട് പറയുന്ന ആദ്യ വാചകമായിട്ടാണ് ഈ ലിറ്റർജിയിലെ പ്രകാരം ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം 139 സങ്കീർത്തനമാണ്. എല്ലാം കാണുന്ന ദൈവം. കർത്താവ് അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്നും മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള നമ്മളെവിടെയായാലും, ഏത് തകർച്ചയിൽ പോയാലും, പാതാളത്തിൻ്റെ അങ്ങേറ്റത്ത് പോയാലും, എവിടെയായാലും ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെയുണ്ട്, അവിടുത്തെ കരം എൻ്റെ മേലുണ്ടെന്നുള്ള ആ വലിയ പ്രഖ്യാപനമാണ് 139 സങ്കീർത്തനം. എല്ലാം കാണുന്ന ദൈവം. അപ്പോൾ ഈശോ പിതാവിനോട് പറയുകയാണ്, ഇതാ പാതാളത്തിലും മരണത്തിലുമൊക്കെ അതിൽ കൂടെയൊക്കെ കടന്നുപോയി, ഇതാ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കാരണം നിൻ്റെ കരം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് ബെനഡിക്ട് മാർപ്പാപ്പ നമ്മോട് പറയുന്നൊരു കാര്യം, ഈശോ ഇന്ന് ഇത് നമ്മോടും പറയുന്നു. ഐ അറോസ് ആൻഡ് ഐ ആം സ്റ്റിൽ വിത്ത് യു. ഞാൻ ഉയർത്തെഴുന്നേറ്റു, നിങ്ങളോടുകൂടിയാണിപ്പോൾ, നിങ്ങളോടുകൂടി ആയിരിക്കുന്നു എന്ന് കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും ഈ ഉത്ഥാന ദിനത്തിൽ പറയുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ, ഇരുട്ടുമൂടിയ മേഖലകൾ, ഈ 139 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ മനുഷ്യൻ എവിടെയൊക്കെയാണ് ചെല്ലുന്നത്, അവിടെയൊക്കെ ഇരുട്ടിൻ്റെ മേഖലകളിലൊക്കെയുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ട് 11 വാക്യത്തിൽ കാണുന്നു. ഇരുട്ട് എന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. തിന്മയുടെ പാപത്തിൻ്റെ ഇരുട്ട്, അതിൻ്റെ മേലുള്ള വിജയമാണ് ഉത്ഥാനം. കാരണം കർത്താവ് നമ്മോടുകൂടെയാണ്. ഉത്യതൻ്റെ കരം എൻ്റെ മേലുണ്ട് എന്ന് വലിയ ബോധ്യത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കുമ്പോൾ ഉത്ഥാന തിരുനാളിൻ്റെ അർത്ഥം നമ്മിൽ പൂർണ്ണമാകും. വിവിധങ്ങളായ ഇരുട്ടിൻ്റെ മേഖലകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ളത് നമുക്ക് ഓർക്കുകയും ഉത്യതൻ്റെ ആശ്വാസവും ശക്തിയും സാന്നിധ്യവും ശക്തമായ കരവും നമ്മുടെ ജീവിതത്തിലുണ്ടാകാനായിട്ട് ഈ ദിവസം അപേക്ഷിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഉത്യതൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.